ഹായ് എവരിവൺ, ഇന്നൊരു ചെറിയ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിറന്നാൾ എന്ന് പറഞ്ഞാൽ ആദ്യയുടെ ഡേറ്റ് പറഞ്ഞു. നമ്മൾ നാളാണല്ലോ നാട്ടിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ പിറന്നാളായ കാരണം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന വഴി. ഹരിപ്പാട് നിന്ന് കാർത്തികപ്പള്ളി വഴി ഞങ്ങൾ മുണ്ടോൾ എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് ഹരിപ്പാടാണ്. അപ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് രാമപുരത്താണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴാൻ വേണ്ടി. അവിടെ കുറച്ച് വഴിപാടുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ വർഷവും വരുമ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നതാണ്. അപ്പോൾ ആദിയുടെ പിറന്നാൾ വന്നപ്പോൾ എന്നാൽ പിറന്നാളിന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ്. ഇതാണ് തോട്. കാർത്തികപ്പള്ളി ഭാഗത്ത് വരുന്ന ഒരു തോടാണ് ഇത്. ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കുമാരപുരം എന്ന് പറയും. ആ സ്ഥലത്താണ്. അനന്തപുരത്ത് കൊട്ടാരം ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ സ്ഥലത്താണ് ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൻ്റെ പേര് മുണ്ടോലിൽ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാണ്. ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. പക്ഷെ നല്ല മനോഹരമായ ഒരു അമ്പലമാണ്. ശരിക്കും പക്ക ഗ്രാമപ്രദേശത്തുള്ള ഒരു അമ്പലം. ഇതിൻ്റെ ഫ്രണ്ട് മുഴുവൻ വയലാണ്. ഇത് നല്ലൊരു കുളമുണ്ട്. ഇവിടെ അമ്പലക്കുളമുണ്ട്. ഈ അമ്പലക്കുളം ഈ ആറാട്ടിനൊക്കെ ഈ അമ്പലത്തിൽ ഈ ഏരിയയിലുള്ള അമ്പലങ്ങളിലൊക്കെ ആറാട്ട് നടത്തുന്ന ഈ അമ്പലത്തിലാണ്. ഇതാണ് മുണ്ടോളിൽ ദേവീക്ഷേത്രം. ദേവിയാണ് പ്രതിഷ്ഠ. ദേവിയെ കൂടാതെ യക്ഷിയുണ്ട്, നാഗദൈവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മുണ്ടോളിൽ അമ്മയ്ക്ക് ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂ മാലയും വാങ്ങിയിട്ടാണ് വന്നത് ചാർത്താൻ വേണ്ടി. അപ്പോൾ പൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുകയാണ്. ഇനി പൂജ കഴിഞ്ഞിട്ട് നട തുറക്കും. ഉച്ചപൂജ പൂജയ്ക്ക് വേണ്ടി അടച്ചിരിക്കുക. അപ്പം ഞങ്ങൾ നേരത്തെ വഴിപാടൊക്കെ എഴുതിപ്പിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങൾ റെഡിയായി വന്ന് 9-9:30 ആയി കേട്ടോ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ. ഓരോരോ ഇവിടെ എല്ലാം ചെറിയ ചെറിയ പ്രതിഷ്ഠകളുണ്ട്. ഇവിടെ നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്. യക്ഷിയമ്മയുണ്ട്, രക്ഷസുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആദിയുടെ പിറന്നാളുണ്ട്. ആദ്യം എല്ലായിടത്തും തൊഴുത് നന്നായി പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അമ്പലം കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ വന്ന് തൊഴുമ്പോഴാണ് അങ്ങനെ ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. ഒരു റോസാപ്പൂ, കുറച്ച് മുല്ലപ്പൂ, എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം ഈ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ട് ഇറങ്ങുമ്പം. ശരിക്കും നാട്ടിൽ വന്ന് തൊഴുമ്പോഴാണ് എനിക്ക് ബാംഗ്ലൂരിലേക്കാളും നാട്ടിൽ വന്നിട്ട് തൊഴുമ്പോഴത്തേക്കും പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. നാട്ടിലെ അമ്പലങ്ങൾ കാണുമ്പം ഞങ്ങളിതാ തൊഴുതിട്ട് ഇറങ്ങി. ആദ്യം ഞാനും മമ്മിയും ആദവും കൂടിയാണ് പോയിരുന്നത്. ആദവില്ലായിരുന്നു കേട്ടോ, ആദവിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ആ വീട് നമ്മൾ ആരും താമസിക്കുന്നില്ല. കാരണം മമ്മി അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന് വീടെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ. വീട്ടിലിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നത്, എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം എന്തോ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. അങ്ങനെ അധിക ദിവസങ്ങളൊന്നും ഞാനിവിടെ താമസിച്ചിട്ടില്ല. ഇതാണ് വീട്. ഈ വീട് ഇപ്പോൾ റെൻറ്റിന് കൊടുത്തിരിക്കുക. അപ്പം വാടകയ്ക്കുള്ള ആൾക്കാർ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വരും, വിസിറ്റ് ചെയ്യും, പോവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങയൊക്കെ ഇടും, അത്രേ ഉള്ളൂ. നമ്മൾ ഈ വീട്ടിൽ അങ്ങനെ അധികം താമസിക്കാറില്ല. ഫുള്ള് ചെടികൾ നിറഞ്ഞ പക്ക ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ വീട്. ശരിക്കും ഗ്രാമം നിറഞ്ഞു നിൽക്കുന്ന വീടാണ്. എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈവേയുടെ സൈഡിലായ കാരണം എപ്പോഴും വണ്ടികളും ബഹളവും പൊടിയും നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം നിറയെ മാവ് മുഴുവൻ മാങ്ങ പിടിച്ച് നിൽക്കുകയാണ്. അതിൽ മാങ്ങയുണ്ട്, ചക്കയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് നോക്കുമായിരുന്നു എന്തൊക്കെയാണ്. താഴെ നിൽക്കുന്ന മാങ്ങ, നല്ല മാങ്ങ, ഈ മാങ്ങ അച്ചാറിടാൻ വേണ്ടി. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചു. ഇത് കണ്ടോ, ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മുടെ കൈ ഇങ്ങനെ എത്തി നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ മെസ്സിയായിട്ട് ഇട്ടിരിക്കുകയാണ്. വാടകക്കാരാണല്ലോ, അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു പോർഷനുണ്ട്, അപ്പുറത്തെ ഒരു പോർഷനുണ്ട്. അത് രണ്ടും നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 2 പോർഷനും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ മമ്മി ഇങ്ങനെ നടന്നേ നോക്കുമായിരുന്നു. ഈ മരമുണ്ടോ ആ മരമുണ്ടോ. മമ്മിക്ക് നന്നായിട്ട് എല്ലാം അറിയാവേ. ഈ ഇലുമ്പം പുളിയില്ലേ എന്നതിന് പറയുന്നത് കൊഞ്ചുമുളിയോ ഇലുമ്പം പുളി. ഇത് നിറച്ച് പുളി ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. താഴെയൊക്കെ വീണ് കിടപ്പുണ്ട്. ഇതാണ് ചക്ക. അപ്പോൾ അതിലൊരു കുഞ്ഞു ചക്കയുണ്ട്. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തെ ചക്കയുണ്ട്. മുകളിലൊക്കെ കുറേ കിടപ്പുണ്ട്. താഴെ നിന്ന് നമുക്ക് എടുക്കത്തക്ക വിധത്തിൽ നല്ല ഭംഗിയായിട്ട് നല്ല ബോൾ പോലെ നല്ല മനോഹരമായ ഒരു ചക്ക കേട്ടോ. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഇവിടെയാണ് ഡാഡി മരിച്ചു പോയല്ലോ. അപ്പോൾ ഡാഡി അടയ്ക്ക് സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ വാഴയും അതൊക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പം നമ്മളെപ്പോഴും ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്. അപ്പോഴാണ് അവിടെ വരുന്ന മീൻകാരൻ വന്നു കേട്ടോ, മീനും കൊണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു എന്തൊക്കെയുണ്ട്. അപ്പോൾ പറഞ്ഞ് നല്ല ഫ്രഷ് മീനുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുവാണ്. അപ്പോൾ അവിടുത്തെ ആൻറ്റി എപ്പോഴും സ്ഥിരം മീൻ മേടിക്കുന്ന ഈ പുള്ളിക്കാരൻ്റെ. അപ്പോൾ കൊഞ്ചുണ്ട്, അയിലയുണ്ട്, മത്തിയുണ്ട്. അപ്പോൾ കൊഞ്ചൊക്കെ എടുത്തിട്ട് കാണിക്കുകയാണ്. നല്ല ഫ്രഷ് കൊഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ട്. ശരി കേട്ടോ, നാട്ടിലെ മീനിനൊക്കെ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ വന്നു കഴിയുമ്പോഴാണ് മീനൊക്കെ നമ്മൾ ഇത്രയും ഫ്രഷാണ്. നമ്മൾ എത്ര ഫ്രഷ് ഹോമിയും എവിടെ നിന്ന് വാങ്ങിയാലും ഈ കിട്ടുന്ന ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. നല്ല
നല്ല മീൻ അയിലയുണ്ട്, ആവോലിയുണ്ട്, എന്തൊക്കെയോ മീനുകളുടെ പേരുകളൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല ഫ്രഷ് കൊഞ്ച്. അപ്പം ഞങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പോൾ അവർ മീനൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് പ്രസാദം. ഗണപതി ഹോമത്തിൻ്റെയും പാൽപ്പായസവും നല്ല ശർക്കര പായസവും നെയ്പായസവും. ഇത് മറ്റേ അവലൂസ് പൊടി പോലെ ഒരു പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ചെറിയ, എന്തായാലും പിറന്നാളല്ലേ, കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, നാട്ടിൽ വരുമ്പോൾ ഇലയും സദ്യയൊക്കെ കഴിക്കുന്നതിനൊരു, ഇലയിൽ ഇങ്ങനെ ചോറുണ്ണുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അധികം സാധനങ്ങളൊന്നുമില്ല, സദ്യയുടെ സാധനങ്ങളൊന്നുമില്ല, പരിപ്പും പപ്പടവും നെയ്യും. ആദിക്ക് അതാണ് ഇഷ്ടമേ. അപ്പോൾ ആദിക്ക് വേണ്ടി അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് പരിപ്പും പപ്പടവും നെയ്യും പായസവും അതൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സാധാരണ കൂട്ടാനുകളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപയർ തോരനും, പിന്നെ എന്താ പറയുക, ചീര അവിയൽ. ചീര വെച്ചിട്ട് ഇവിടെ നമ്മൾ അവിയൽ ഉണ്ടാക്കുക. നല്ല ചുമന്ന ചീരയാണ്, ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ചീരയാണ്. അത് വെച്ചിട്ട് ചീര അവിയൽ. പിന്നെന്താ, സാമ്പാറുണ്ടായിരുന്നു, മോരുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലും നല്ല കട്ട തൈര്, സാമ്പാർ, തോരനും പപ്പടം, ഇതൊക്കെ വെച്ച് സാധാരണ ഒരു കുഞ്ഞു സദ്യ. അങ്ങനെ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ. അങ്ങനെ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സദ്യയും പിറന്നാൾ സദ്യയും എല്ലാം അവസാനിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്